ഹലോ, വെൽക്കം ടു മോളിവുഡ് ന്യൂസ്. വീണ്ടും ഒരു ട്രെയിലർ റിയാക്ഷൻ വീഡിയോയുമായിട്ട് ഞാൻ എത്തിയേക്കുകയാണ്. നമ്മുടെ പാൻ ഇന്ത്യൻ മലയാളി സ്റ്റാറായ ഉണ്ണി മുകുന്ദൻ്റെ മാർക്കോയ്ക്ക് ശേഷം വരുന്ന ഫിലിം. മാർക്കോയുടെ ആ ഒരു വയലൻ്റ് എഫക്റ്റ് ഇതുവരെ നമ്മുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ഇപ്പോഴും അതിൽ ഓരോ സീക്വൻസും ബ്ലഡ് ഷെഡും എല്ലാം നമ്മുടെ മൈൻഡിൽ കണ്ണിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ദാണ്ടേ വരുന്നു ഉണ്ണി മുകുന്ദൻ്റെ അടുത്ത പടത്തിൻ്റെ ട്രെയിലർ, ഗെറ്റ് സെറ്റ് ബേബി. പേരിൽ തന്നെ ഒരു ബേബിയൊക്കെ ഉണ്ട്. സോ നമുക്ക് നോക്കാം ഇത് ഏത് ജോണറിലുള്ള പടമായിരിക്കും. സോ നമുക്ക് ട്രെയിലർ കണ്ടു നോക്കാം. കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ബ്ലെസ്സിംഗ് ആണ്. ട്രൂലി ഗോഡ്സ് ഗിഫ്റ്റ്. നമ്മൾ സിൻസിയറായിട്ട് വർക്ക് ചെയ്താൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും. വീണ്ടും ദൈവത്തെ പറ്റിയാണല്ലോ. എന്തിനാ മോനെ നീ ഗൈനക്കോളജി എടുത്ത്? ഗൈനക്കോളജിലുള്ള ഒരേ ഒരു ബോയ്സ് സ്റ്റുഡന്റ്. ഈ ഗൈനക്കോളജിസ്റ്റ് ആണെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അതെന്താ അത് പറഞ്ഞൂടെ? ഒരു പെണ്ണിന്റെ പ്രശ്നങ്ങൾ മറ്റാരേക്കാൾ കൂടുതൽ മനസ്സിലാക്കാൻ അവന് കഴിയും. പിന്നെ അവന് പഠിപ്പാണ് മെയിൻ. അവന് ഞങ്ങളെ പെൺപിള്ളേരെ ഒന്നും നോക്കാൻ പോലും സമയം കിട്ടിയിട്ടില്ല. നിഖില വിമൽ, ഇവളില്ലാത്ത നല്ല സിനിമ ഇല്ലേ? നിങ്ങളെ പോലുള്ള ഈഗോ സെൻട്രിക് ഷോണിസ്റ്റ് ആൾക്കാരെ ലോകം കാണട്ടെ. സ്ഥിരം കലിപ്പ്. സാംസിയസ് മ്യൂസിക്കൽ അതൊക്കെ പൊളിക്കും. സംഗതി കോമഡി ആട്ടോ. ട്രാക്ക് മാറ്റിയേക്കുക. എന്റെ കുഞ്ഞെന്നൊക്കെ പറയുമ്പോ ബിന്ദു നിങ്ങളുടെ കുഞ്ഞിനെ ക്യാരി ചെയ്യുന്ന ഒരു വെസൽ മാത്രമാണ്, ഒരു പാത്രം. ദാറ്റ്സ് ഇറ്റ്. ഐ തിങ്ക് ഷീ ഈസ് ദി ആപ്റ്റ് കാൻഡിഡേറ്റ്. അർജുൻ ബിപി ലോ ആണ്. മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഓ, നമ്മുടെ JK പുള്ളിയുണ്ട്. ഞാൻ എന്തെങ്കിലുമൊക്കെ ആവുമെന്ന് വിശ്വസിച്ചിരുന്നു. ചുരുക്കം പേരിൽ ഒരാളായിരുന്നു. നല്ല ഫ്രെയിംസ് ആട്ടോ. നല്ല ഒരു കളർ കോമ്പിനേഷൻ ഉണ്ട് എല്ലാ ഫ്രെയിമിലും. റെഡും ബ്ലൂവും ഗ്രീനൊക്കെ ആയിട്ട് മൊത്തം കുഞ്ഞുങ്ങളെ പരിപാടിയാണ്. ഉണ്ടല്ലോ, ഒരാൾ അല്പം ഒന്ന് വളരുമ്പോഴേക്കും വെട്ടിയിടാൻ ഒരു 100 പേരെങ്കിലും കാണും. ഏറെ നിങ്ങൾക്കിട്ടാണെങ്കിലും കൊള്ളുന്നത് ഞങ്ങൾക്കിട്ടാണെന്ന് അറിയാവുന്ന ആരും ഒരാൾ. വിനയ് ഗോവിന്ദ് ഫിലിം. ആ പേരിൽ തന്നെ ഒരു സ്പേമിന്റെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഗെറ്റ് സെറ്റ് ബേബിയിൽ ഒരു സ്പേമിന്റെ ഒരു ജീവന്റെ ആദ്യ തുടിപ്പാണല്ലോ. ഉണ്ണി മുകുന്ദന്റെ കാര്യം നമ്മൾ എടുത്തു പറയേണ്ടതാ. പുള്ളിയുടെ കരിയർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ മാർക്കോ ഇറങ്ങുന്നതിന് മുമ്പ് വരെ നമുക്ക് അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുമ്പോഴത്തേക്കും പലരും ഭക്തി സ്റ്റാർ, സമാജം സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കളിയാക്കുമായിരുന്നു. എൻ്റെ കാരണം മാളികപ്പുറവും അതിനുള്ള ഇഷ്യൂ ഒക്കെ നമുക്കറിയാം. മാളികപ്പുറം പോലും സക്സസ് ഫിലിം കൊടുത്തിട്ടും അതിൻ്റെ പേരിൽ കുറ്റം കേൾക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റിന് അങ്ങനെ അധികം സംഭവിക്കാത്തൊരു കാര്യമാണ്. അതിനെല്ലാം ഓവർകം ചെയ്തും ഈ കുറ്റം പറഞ്ഞവർക്കെല്ലാം ഉള്ള കാരണത്തുള്ള അടിയായിരുന്നു മാർക്കോയുടെ വിജയം. അത് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിൽ, തമിഴ്നാട്ടിൽ, എന്തിനോ പാൻ ഇന്ത്യയിൽ പോലും മാർക്കോ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വയലന്റ് ഫിലിം എന്നുള്ള പേര് കിട്ടിയ പടമാണ്. അതിനുശേഷം വരുന്ന ഉണ്ണി മുകുന്ദൻ സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. നേരെ കോൺട്രാസ്റ്റ്, പക്ക ഒരു കോമഡി എൻ്റർടൈനറാണ്. ഉണ്ണി മുകുന്ദൻ അധികം കോമഡി ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു എടുത്തു പറയത്തക്ക കോമഡി സീനൊന്നും മനസ്സിൽ എനിക്ക് ഓർമ്മ വരുന്നുമില്ല. ഈ പടത്തിൽ അദ്ദേഹത്തിൻ്റെ പുതിയൊരു ഷെയ്ഡ് നമുക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഒരു കോമഡി ഒക്കെ ചെയ്യുന്ന ഉണ്ണി മുകുന്ദൻ. എനിക്ക് അത്ഭുതമാണ്. ഇപ്പം ഏത് നല്ല സിനിമ ഇറങ്ങിയാലും അതിനകത്ത് നിഖില വിമൽ ഉണ്ടാവും. എല്ലാത്തിലും ഒരേ നോട്ടവും ഒരേ കലിപ്പും. ഇതിലെങ്കിലും കുറച്ച് കോമഡിയൊക്കെ ചെയ്ത് നമുക്ക് നോക്കാം. പിന്നെ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ആയ കാര്യം ഇതിൻ്റെ മ്യൂസിക്കാണ്. സാം CS ആണ് ഇതിൻ്റെ മ്യൂസിക്. ഇനി ഇത്രയും അൺറേറ്റഡ് ആയ ഒരു മ്യൂസിക് ഡയറക്ടർ വേറെ ഉണ്ടാകത്തില്ല. കാരണം പുള്ളിക്കാർ ചെയ്ത പടങ്ങൾ നോക്കണമെങ്കിൽ അത്ര കിടിലം പടങ്ങളാണ്. തമിഴിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ വിക്രം വേദ, ലോകേഷിൻ്റെ മറ്റേ കൈതി, ഇതിൻ്റെയൊക്കെ മ്യൂസിക് ചെയ്തത് സാം CS ആണ്. ഇത് അത്ര പേർക്ക് അറിയാം. ഇനി മലയാളത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കിടിലം പടം RDXൻ്റെ മ്യൂസിക് ചെയ്തേക്കുന്നത് സാം CS ആണ്. എത്രയോ കമ്പോസേഴ്സിനെ നമ്മൾ ആരാധിക്കുകയും റീല് വരുന്നു. പക്ഷെ സാം CSനെ പറ്റി ആർക്കും ഒന്നും പറയാനില്ല. അതുകൊണ്ട് ഞാൻ പറയാം, എനിക്കൊന്ന് മലയാളത്തിൽ ഇപ്പോൾ ഈ കറണ്ട് ജനറേഷനിൽ ഏറ്റവും അൺറേറ്റഡ് ആയ ഏറ്റവും കിടിലമായിട്ട് മ്യൂസിക് ചെയ്യുന്ന ഒരു കമ്പോസറാണ് സാം CS. അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കാണ് ഈ പടത്തിനുള്ളത്. നമ്മുടെ ഒടിയൻ ഓർമ്മ ഉണ്ടാ? ഓ ഒടിയൻ സാം CS ആണ് അതിന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്രയും പോസിറ്റീവ്സ് ഈ പടത്തിനകത്തുണ്ട്. നമുക്ക് നോക്കാം തിയേറ്ററിൽ ഈ പടം ആൾക്കാരെ ചിരിപ്പിക്കുന്നോ ഇല്ലയോ എന്ന്. ഈ പടത്തിൻ്റെ ഓഡിയൻസ് റിയാക്ഷനും മൂവി റിവ്യൂവും ഈ ചാനലുണ്ടാവും. സോ വെയിറ്റ്.